ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് റോജേഴ്സ് ആൻഡ് ഗാർഡനിലാണ്. നമ്മൾ ഇവിടെ കുറച്ച് ചെടി മേടിക്കാൻ വേണ്ടി പോയതാണ് ഇന്ന്. സോ നമ്മളിന്ന് ഫ്രീ ആയിരുന്നു. സോ നമ്മൾ വിചാരിച്ചു കുറച്ച് ചെടികളൊക്കെ കളക്ട് ചെയ്യാം. എനിക്ക് കുറച്ച് ചെടികളോട് കുറച്ച് പ്രാന്തുള്ള ആളാണ്. സോ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആയിട്ടിരിക്കുന്നൊരു ദിവസമായിരുന്നു. സോ ഞങ്ങൾ പോയി. ഇപ്പോൾ കണ്ട 2-3 ചെടികൾ കണ്ടപ്പോൾ ഞാനതിങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വീഡിയോ ആക്കിയാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ എടുക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, ബിക്കോസ് നമ്മുടെ ആദ്യം എടുക്കുന്നൊരു വീഡിയോ ആണ്. സോ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. പിന്നെ നമുക്ക് നോക്കാം അങ്ങനെ. സോ നമ്മുടെ ഇവിടെ ഈ കാണുന്നതൊക്കെ ഇവിടെ ഒത്തിരി ചെടികളുണ്ട്. പിന്നെ അത്ര ഓർഗനൈസ് ആയിട്ടൊന്നുമല്ല വെച്ചേക്കുന്നത് ഇവർ, കാരണം ഒത്തിരി ചെടികളുണ്ട്. സോ നമ്മൾ ഇങ്ങനെ നോക്കി കുറച്ച് സെലക്റ്റീവായിട്ട് എടുക്കണം. ചില ചെടികളൊക്കെ പോകാൻ തുടങ്ങിയിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നോക്കി വാങ്ങണം. അപ്പം എനിക്ക് ആന്തൂറിയം ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഓഫറിൽ വെച്ചിട്ടുണ്ട് 699 999 ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ 699 നമ്മളേറ്റവും കുറഞ്ഞ ഓപ്ഷനാണല്ലോ പോകുന്നുള്ളൂ. സോ ഞാനങ്ങനെ ആ ഓപ്ഷനിലുള്ള ഒരു 2 വാങ്ങാനുള്ള പ്ലാനിലായിരുന്നു. അപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചു, ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഹസ്ബൻഡാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം കൂടെ എനിക്ക് എടുക്കണമെന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ 2 റെഡ് എടുത്തു. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു ഒരു പിങ്ക് കളറും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സോ ഞാനിവിടെ നോക്കുമ്പോൾ ഒരു പിങ്ക് അവിടെ ഇരിക്കുന്നത് കണ്ടു. സോ ആ പിങ്ക് നോക്കിയപ്പോൾ അത് 999 ആണ്. ആദ്യം ഞാനത് എടുത്ത് വെച്ചു. പിന്നെ നോക്കുമ്പം വേറെ ഒരെണ്ണം എനിക്ക് 699 കിട്ടുവാണെങ്കിൽ അതെടുക്കാമല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ലേറ്റർ ഓൺ എനിക്ക് ഒരെണ്ണം കിട്ടി 699. അപ്പോൾ പിന്നെ ഞാനത് കൊണ്ടേ വെച്ചു. കാരണം നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ അത്രയും നമ്മൾ ചുമ്മാ പൈസ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ ഇതും കുറച്ചും കൂടെ ലക്ഷമായിട്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ചു അന്ന് അങ്ങനെയാണെങ്കിൽ ഇതൊരു ഓപ്ഷനിൽ പോകാം, അതിനെ മാറ്റിയിട്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് റീപോർട്ടൊക്കെ ചെയ്ത് നമ്മൾ ഇൻഡോറൊക്കെ വെക്കുമ്പോഴത്തേനും അത് കുറച്ചും കൂടെയൊക്കെ ഹെൽത്തി ആയിക്കോളും അങ്ങനെ. സോ നമ്മളത് മാറ്റിയെടുക്കുവാണിപ്പോൾ. പിന്നെ അവിടെ കുറേ സൈഡിലൊക്കെ ആയിട്ട് അതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. ആ സൈഡിൽ കാണുന്ന ഒരു പ്ലാന്റ്, അതിൻ്റെ പേരൊന്നും എനിക്ക് വലിയ കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. എല്ലാത്തിലും പേരൊക്കെ ഉണ്ടായിരുന്നു, ഞാനതെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞു. എനിക്കിപ്പോൾ ഓർമ്മയില്ല പേരൊന്നും അങ്ങനെ. അപ്പോൾ അതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഒരെണ്ണം, ഈ കാണുന്നത്. അത് ഞാൻ എന്നിട്ട് ഒരെണ്ണം എടുത്തായിരുന്നു, അതിനകത്തൊന്ന് സെലക്ട് ചെയ്ത്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇതാണോ അതോ കണ്ടോ, ഇതിൻ്റെയൊക്കെ ഇലകൾക്കൊക്കെ ചെറിയ പാട്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് ഒന്നും കൂടെ ഒന്ന് ഫ്രഷായി അതിനെ ഒന്ന് റീപോർട്ടൊക്കെ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേനും നമുക്ക് അത് നന്നായിട്ട് വരും. പിന്നെ അവിടുന്ന് നമുക്ക് കുറച്ച് ഫെർട്ടിലൈസറൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു അപ്പാപ്പനുണ്ട് അവിടെ, പുള്ളിയുടെയാണ് ഈ ഗാർഡൻ തോന്നുന്നു. അപ്പോൾ പുള്ളി റോജേഴ്സ് എന്ന് തന്നെ പുള്ളിയുടെ പേര്. സോ പുള്ളി നല്ല ഹെൽപ്ഫുള്ളാണ്. സോ നമുക്ക് ഇതിട്ടാൽ മതി, അത് ഇടുന്ന രീതികളും എപ്പോഴാണ് അതിൻ്റെ ഫെർട്ടിലൈസർ ഇടേണ്ടതും കാര്യങ്ങളൊക്കെ അയാൾ നന്നായിട്ട് പറഞ്ഞു തരും. സോ അങ്ങനെ നല്ലൊരു മനുഷ്യൻ. അപ്പം നമ്മളത് കഴിഞ്ഞ് അവിടുന്ന് ഈ കാണുന്ന ചെടികളൊക്കെ ഇത് നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ വീട്ടിൽ ഈ ചെടി നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര ലക്ഷമായിട്ടൊന്നുമല്ല ഇരിക്കുന്നത്, ബിക്കോസ് നമ്മൾ കുറേ വർഷമായിട്ട് മേടിച്ച് വെച്ചു, കുഞ്ഞിതായിരുന്നു ഇപ്പോൾ വാങ്ങി വെച്ചതാണ്. പക്ഷേ അത് ഇപ്പോൾ ഒരു 2 ഇയേഴ്സ് എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ. പിന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ ചെടികളൊക്കെ വാങ്ങാനായിട്ടും. പിന്നെ കാരണം ഇത് കുറച്ചും കൂടെ റീസണബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച്. സോ അതുകൊണ്ട് എല്ലാവരും വന്ന് എല്ലാം വാങ്ങും. റബ്ബർ പ്ലാന്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല, ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. റബ്ബർ പ്ലാന്റിന് തന്നെ വെറൈറ്റി ഒരു പിങ്ക് കളർ എനിക്ക് ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, അത് കണ്ടായിരുന്നെങ്കിൽ ഞാൻ മേ ബി എടുക്കുമായിരുന്നു. എനിക്ക് പ്ലാന്റ് സെലക്ട് ചെയ്ത് തരുവാണേ, ഏത് പ്ലാന്റ് എടുക്കണം എന്ന് ഇങ്ങനെ നോക്കുവാണ് ഞങ്ങൾ. മാക്സിമം കമ്പയർ ചെയ്ത് നല്ല പ്ലാന്റ് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള പരിപാടികളിലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് മുന്നോട്ട് നീങ്ങുക കൊണ്ട്. ഇവിടെയൊക്കെ ഒത്തിരി പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്നും പേര് എന്തോ
ബിഗോണിയോ അങ്ങനെ എന്തോ ഒരു പേരിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് അവർ റെഡ്യൂസ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. അതൊക്കെ ഔട്ട്ഡോർ വെച്ചാലാണ് കുറച്ചും കൂടെ നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒന്നും അധികം വാങ്ങാറില്ല. പിന്നെ പൂവുകളുള്ള പ്ലാന്റ്സ് ഞാൻ അങ്ങനെ പൂവുള്ള പ്ലാന്റ്സ് ഒന്നും ഞാൻ വാങ്ങാറില്ല. ബിക്കോസ് നമ്മൾ പെട്ടെന്ന് പൂ കഴിഞ്ഞ് പോയാൽ പിന്നെ ആ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകും. സോ എനിക്കെപ്പോഴും ഇഷ്ടം ഇങ്ങനത്തെ ലഷായിട്ട് ഗ്രീനി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന. ആന്തൂറിയൊന്നും അത്ര പെട്ടെന്ന് പോകത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്കിങ്ങനെ ഗ്രീനി ഭയങ്കര ഇഷ്ടമാണ്. ഗ്രീൻ ലഷായിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഒരു കുഞ്ഞ് സ്പേസാണ്, എന്നാലും അത് കുറച്ച് ഗ്രീനൊക്കെ വെച്ച് നന്നായിട്ട് ലഷായിട്ടിരിക്കുമ്പം കുറച്ച് നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടുമല്ലോ അങ്ങനെ. അപ്പോൾ ഇത് എന്ത് പ്ലാന്റാണെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. സോ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് വാങ്ങണം. അപ്പോൾ പുള്ളിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അവിടുത്തെ ട്രോളി അത് തള്ളി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചെമ്പരത്തിയാണ് കേട്ടോ. ചെമ്പരത്തിയുടെ വില കണ്ട് നമ്മൾ ഞെട്ടിപ്പോവും. നാട്ടിലെ സാധാരണ ചെമ്പരത്തിയാണ് ആ സൈഡിൽ നിൽക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ ഭയങ്കര വിലയാണ് ചെമ്പരത്തിക്കൊക്കെ. നാട്ടിൽ നമ്മൾക്ക് വഴിയരികിലും നമ്മൾ വേലിയിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ചെമ്പരത്തിയാണ്. പക്ഷേ ഇവിടെ അതിന് നല്ല പ്രൈസുണ്ട്. $15 കണ്ടോ, $15 ഉണ്ട് അതിന്. സോ $15 എന്ന് പറഞ്ഞാൽ നാട്ടിൽ അത്യാവശ്യം നല്ല എമൗണ്ട് ആവും. അങ്ങനെ സോ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇല്ലികളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് വളർന്ന് പന്തലിച്ച് അങ്ങനെ മെയിൻ്റനൻസ് ഇല്ലാത്ത പോലെ കിടക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു കോളാമ്പിപ്പൂവോ അങ്ങനെ ഞങ്ങൾ പറയുക ഇതിന്. അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് അവർ ചെറിയ സ്ഥലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ച് അങ്ങനെ പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളിങ്ങനെ എല്ലാ പ്ലാന്റും നോക്കുന്നു. ഇഷ്ടപ്പെട്ട പ്ലാന്റിനൊക്കെ പോയി വില നോക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റും നമുക്ക് വില കൊണ്ട് വെക്കുന്ന പ്ലാന്റൊക്കെയാണെങ്കിൽ നമ്മൾ വാങ്ങുന്നു, വീട്ടിൽ കൊണ്ടുവന്ന് പരിപാലിക്കുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഹോപ്പ് യു ആർ എൻജോയിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പ്ലാന്റൊക്കെ കാണാനും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കാണിച്ചു തരുമ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാനൊക്കെ. ഇവിടെ കുറച്ച് പോട്ടുകളൊക്കെ അവരിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പോട്ടൊന്നും പിന്നെ നമ്മൾ വാങ്ങിയില്ല. പോട്ട് നമ്മൾ വേറെ കടയിൽ നിന്നാണ് വാങ്ങിയത്. സോ നമ്മൾ പോട്ടൊന്നും വാങ്ങിയില്ല. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒത്തിരി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ചുമ്മാ വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് മേടിക്കാവുന്ന പ്ലാന്റ്സും ഉണ്ട്. അതിൻ്റെ വിലയൊക്കെ അവരിട്ടിട്ടുണ്ട് അവിടെ തന്നെ. അങ്ങനെ അതേ വലിയ പ്ലാന്റ്സിനൊക്കെ നല്ല വിലയുണ്ട്. അതിൻ്റെ പേരൊന്നും പറയാൻ നമുക്ക് വായിൽ വരത്തില്ല. അപ്പോൾ വേറൊന്നുമില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചുമ്മാ ഒരു ഓഫ് ഡേയിൽ ഇരുന്നപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ വിസിറ്റ് ചെയ്തൊരു ഗാർഡൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയൊരു വീഡിയോ ആണ്. നിങ്ങൾ കാണുക, എൻജോയ് ചെയ്യുക, പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഡു എൻജോയ് അവർ വീഡിയോ. നമുക്ക് വീണ്ടും വേറെയൊക്കെ വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മളിത് വന്നിട്ട് റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. സോ അതെല്ലാം കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു.